ഹായ്, ഇന്ന് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു എഗ്ഗ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട പുഴുങ്ങിയിട്ട് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വേഗം തണുത്ത വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളയാൻ പറ്റും. നമുക്കിതൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ചൂടാക്കാം. ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് 2 സൈഡും ഫ്രൈ ചെയ്യണം. ഇനി ഈ മുട്ടയൊക്കെ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അധികം വലിപ്പമില്ലാത്ത 3 സവാളയാണ്. വലുതാണെങ്കിൽ 2 ഒക്കെ മതി. സവാളയൊക്കെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റുന്നതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി കളറും മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. എല്ലാതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരണം. ഇതിവിടെ റെഡി ആകുമ്പോഴേക്ക് ഒരു ചെറിയ തക്കാളി മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതേ സവാളയൊക്കെ നന്നായിട്ട് വാടി ഇളം ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയും വേവിച്ചെടുക്കണം. കുറച്ച് സമയം ഒന്ന് മൂടിയും വെക്കാം കേട്ടോ. എല്ലാതും കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ നിറഞ്ഞു നിൽക്കുന്ന അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും ചേർക്കാം. ഇതിലേക്ക് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവേ ഉണ്ടാവുള്ളൂ. വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല. പൊടികളും ചേർത്ത് ഒന്ന് ചൂടായ ശേഷം 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർക്കണം. തിള വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ലാസ്റ്റേ ചേർക്കാവൂ. കുരുമുളകും പച്ചമുളകും ഒക്കെ നമ്മുടെ എരിവനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയൊക്കെ ചേർക്കാം. നല്ലപോലെ തിളച്ച് മസാലയൊക്കെ മുട്ടയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പത്തിനും ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. ഒത്തിരി ഗ്രേവി ഉള്ള ടൈപ്പല്ല. അപ്പോൾ ദേ എഗ്ഗ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്